ചേട്ടാ ചേട്ടൻ കഴിക്കുന്നില്ലേ? വേണ്ട. ചേട്ടൻ മിണ്ടോട്ടാ എന്തായാലും. ഞാൻ എന്തൊരു മിണ്ടായി? ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ കൂടെ കൂവി അലച്ചോണ്ട് നടക്കാം. പ്രശ്നം കഴിയും നിന്റെ. ചേട്ടാ ചേട്ടൻ സാധാരണ മിണ്ടൂലേ, അതുപോലെ മിണ്ടാനാ ഞാൻ പറഞ്ഞു. നീ ഒന്നും മിണ്ടാ നടക്കൂ ദേവി, എന്റെ പൊന്നു മാറുവേ. എന്താ ഹായ് മെർലിൻ ചേച്ചി. മെർലിൻ ചേച്ചി അവിടെ പോയതാ? ഞാൻ ഇവിടെ പാലച്ചൂട് വരെ പോയതാ, ഫ്രണ്ടിന്റെ വീട്ടില്. നിങ്ങളവിടെ പോയതാ? എനിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ കേശവൻ എന്നെ വിളിച്ചോണ്ട് പോയി മിഠായി മേടിച്ചെന്നെ. എന്നാ ഒരെണ്ണം ചേച്ചി കഴിച്ചോ. താങ്ക് യു. വെൽക്കം. അല്ല കേശു, നിനക്ക് മിഠായി വേണ്ടേ? വേണ്ട. സാധാരണ നീ എന്ത് കിട്ടിയാലും കഴിക്കുന്നതാണല്ലോ. നൂറ്റി അതല്ലേ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ ചോദിക്കുമ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്ക. അതെന്താ? രാവിലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചപ്പോ പറയാ ബ്രേക്കപ്പിന്റെ ഡിസ്പ്രഷൻ ആണെന്ന്. എന്താ മെർലിൻ ചേച്ചി? നീ വീട്ടിലോട്ട് പോയാ പറ. നാളെ നാളെ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? ബാംഗ്ലൂര് പോവാ. ഇനി 1 മാസം കഴിഞ്ഞേ വരൂ. പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ചേച്ചി വീട്ടിലോട്ട് വരണേ. വരാം വരാം വരാം. നീ ചെല്ലു വീട്ടിലോട്ട് കേട്ടാ. വീട്ടിൽ തന്നെ പോണേ. പാറമണോടൊപ്പം തലട്ടിക്കല്ലേ? നീ മൊത്തത്തില് ഡെസ്പാണല്ലോ. അങ്ങനെ ഡെസ്പൊന്നുമില്ല. ഞാനപ്പോ ബാംഗ്ലൂര് കസിന്റെ വീട്ടിലാണോ സ്റ്റേ ചെയ്യുമ്പോ? അവിടെ ഒരു കമ്പനിയിൽ ഏതെങ്കിലും ജോലി നോക്കണം. കാരണം പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നല്ല കാര്യമാണ്. നല്ല ഞാൻ ഇവിടുന്ന് എവിടെ പോയാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ പടവലത്തെ അവിടെ പോയി നിന്ന് കഴിയുമ്പോ അപ്പൊ പിന്നെ കൃഷിയിലൊക്കെ സഹായിക്കാമല്ലോ. നമ്മ കോളേജിലും പോകാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ ആണെങ്കിൽ കുറെ പറമ്പ് പാകപ്പെട്ടതായ കാട് പിടിച്ചിടപ്പുണ്ട്. അവിടെ കൃഷി ഇറക്കാന്ന് വിചാരിച്ചു. കേശു, നീ അവിടെ കൃഷി ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് നശിപ്പിക്കില്ല കേട്ടാ. ഞാൻ ബാംഗ്ലൂർ ഏതോ കമ്പനി വർക്ക് ചെയ്യാൻ പോണെന്നല്ലേ പറഞ്ഞേ. സാധാരണ താൻ കാടിച്ച് വെക്കണ സ്ഥലമൊക്കെ കുട്ടിച്ചോറാവാനാണ് പതിവ്. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ പോണേ. പാവം പിടിച്ചമാര് ജീവിച്ചു പോട്ട്. ഓ അങ്ങനെ. എന്നാ ശരി, ഞാൻ പോയേക്കാം. നമ്മളിവിടെ നിൽക്കുന്നതേ ഡാഡിയുടെ വല്ല ഫ്രണ്ട്സും കണ്ടാ പിന്നെ ഫുൾ സീനാവും. അല്ല, നമ്മൾ തമ്മിലിപ്പോ ഒന്നുമില്ല, എന്നാലും വെറുതെ എന്തിനാ. അല്ല, ഒന്നുമില്ലെന്ന് വെച്ചാ അങ്ങനെയല്ല. ഭാവിയിൽ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുവാണെങ്കിൽ അന്നും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ? നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ചില ഓർമ്മകൾ ഇങ്ങനെ തൊലേ കൂടെ കയറിപ്പോ, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. താൻ എനിക്ക് തന്ന സാധനങ്ങളെ ഞാൻ തിരിച്ചുതരാം. ഇപ്പൊ ഞാൻ തന്ന ഗിഫ്റ്റുകൾ താൻ എനിക്ക് തിരിച്ചറിയാം കേട്ടോ. ഓക്കെ. മഴ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വീട്ടിൽ പോട്ട് അടുത്ത മഴ നനയുന്നതിന് മുമ്പ് വീട്ടിൽ കയറും. മെർലിൻ, താൻ എനിക്ക് തന്ന പഴയ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ വന്നാ മതി. ഒരു കാര്യം ചെയ്യ്, ഗേറ്റിനോട് വന്നാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. വീട്ടിലോട്ട് പറഞ്ഞാ അതിനിപ്പോ എന്താ? പക്ഷേ എനിക്ക് സമയമില്ല. എനിക്കൊരു സ്ഥലം വരെ അർജന്റായിട്ട് പോവാനുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. ശരി, ടൈമില്ലാത്തതുണ്ടോ? പെട്ടെന്നേ. ശരി. கேசோ சாயா. താങ്ക്സ് കനാൻഡി. டேய், யார் இங்க வராங்க? മറ്റേ കൊച്ച്. மத்தே கொச்சா? எந்த கொச்சு? മെർലിനില്ലേ, അവള് കാരണം. மெர்லினா? அவ தானே எங்கேயோ போறான்னெல்லாம் சொன்னாங்க. നാളെ മറ്റന്നാളെ എങ്ങോട്ടോ പോണെന്ന് അറിഞ്ഞൂടാ. எங்க போறா? அப்படின்னா நீயும் போവിயா? എടാ, പാറു എന്ന് പറഞ്ഞു നീയും മെർലിനും കൂടെ റോഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. കുറച്ചേരം സംസാരിച്ച്. അപ്പൊ പറഞ്ഞില്ലേ ആ കൊച്ചെങ്ങോട്ടാ പോന്നേന്ന്? അവളെന്താ ബാംഗ്ലൂർ വരെ എങ്ങണ്ടാ പോണ്. എന്തോ വർക്കിന്റെ കാര്യത്തിനോ അതെന്തോ ജോലിക്കോ എങ്ങണ്ടാ പോണ്. கேசு, அப்படின்னா நீயும் பெங்களூர் போ. அவளோட ரிலேட்டிவ்ஸ் எல்லாம் அங்கத்தானே இருக்கா. அவளுக்கும் அங்க வேலை கிடைக்கும், உனக்கும் அங்க வேலை கிடைக்குமேடா. എനിക്ക് ആ ലോജിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. അവളുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, അവള് ബാംഗ്ലൂർ പോണ്. നിങ്ങളോട് ഞാൻ എന്തിനാണ് പോണത്? എനിക്ക് വല്ലവന്റെയും മറ്റേ കൊട്ടാശന് ജോലിയുടെ ആവശ്യമൊന്നുമില്ല. എടാ, നീ വലിയ ഷോ ഒന്നും കാണിക്കാതെ ആ കൊച്ചു പോകുമ്പോ എന്റെ കൂടെ പോയി രക്ഷപ്പെടാൻ നോക്ക്. അവളുടെ ചെലവില്. അമ്മൂമ്മ, ഞാനേ
ഞാൻ പടവലം കുട്ടമ്പിള്ളയുടെ ചെറുമോനാണ്. നെയ്യാറ്റിങ്ങനെ ശൂലംകുട വീട്ടിൽ ബാലചന്ദ്രൻ തമ്പിയുടെ മോൻ. ചോനറത്തല വീട്ടിൽ ഭവാനി അമ്മമ്മയുടെ കൊച്ചുമോനുമാണ്. അങ്ങനെ എങ്ങനെയാന്ന് ഞാൻ ആർക്കും അടിമപ്പണി എടുക്കൂല. പിന്നെ മെർലിന്റെ കാമുകൻ. അച്ഛാ ആരെ തൂക്കി തറ അടിക്കും ഞാൻ പറഞ്ഞ കേട്ടല്ലേ. അതെ നിങ്ങക്ക് വേറെ ഒരു വേലയില്ല. അയ്യോ മീൻകറി അടപ്പായിരിക്കുന്നു. നീ ഇങ്ങോട്ട് പോരുന്നപ്പം കൂടി ഇങ്ങോട്ട് വന്നതാ. ഞാൻ പോവാന്നേ. டே கேசு எதுக்குடா எதுக்கு எடுத்தாலும் இப்படி கோவப்படுற? ഞാൻ അവിടെ കോവപ്പെട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കല്ലായിരുന്നു. എല്ലാം കയ്യിന്ന് പോയി കിടക്കുമല്ലേ. ഇനി പാറു വാ തുറന്നു. ഹായ് ആൻറ്റി. ஹாய் மெர்லின். മെർലിൻ ചേച്ചി ഞാൻ നേരത്തെ കണ്ടപ്പോഴേ മെർലിൻ ചേച്ചി ഈ ഡ്രസ്സിലല്ലായിരുന്നല്ലോ. നല്ല സ്റ്റൈലുള്ള ഡ്രസ്സ്. താങ്ക് യു. നീ ചുമ്മാ വല്ലവരുടെ ഡ്രസ്സിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി 4 അക്ഷരം എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കടേ. ഞാൻ കുറച്ചു നാള് ഭംഗി നോക്കി ഇരുന്നു പോയി. மெர்லின் ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.